ഹായ്. അപ്പോൾ ഞാൻ മിക്കവാറൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്താ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര സിമ്പിളാണ്, നല്ല ഭംഗിയുള്ളൊരു സംഭവമാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് പലർക്കും കണക്റ്റ് ആവാറില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഫറിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നീ ഒന്ന് എൻജോയ് ചെയ്യ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇടി കിട്ടാനാണ് സാധ്യത. അതുകൊണ്ട് നമുക്കിത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള കാര്യം അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഒരു സെൻ മെത്തേഡ് ഉണ്ട് ഇതിന്. സെൻ ബുദ്ധിസത്തിൽ പറയുന്ന ഒരു വഴി. ഓഷോ ഒരുപാട് സംസാരിച്ചിട്ടുള്ള, ഒരുപാട് തവണ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള, ഓഷോയുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന ഡിസൈപ്പിൾസ് അദ്ദേഹത്തിനെ വിശ്വസിക്കാനുണ്ടായ കാരണം അദ്ദേഹം അവർക്ക് ലൈവ്ലി ലൈഫ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് കാണിച്ചു കൊടുക്കാറുള്ളതുകൊണ്ടാണ്. അതിന് ഈ സെൻ മെത്തേഡ് അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു. ഇതിനെ സ്റ്റോപ്പ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അതായത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഒരു ദിവസം 24 hours ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മളിങ്ങനെ യാന്ത്രികമായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോർമലി ഡെയിലി ഒരു അരമണിക്കൂർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെനിഫിഷ്യലായ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ വേണമെങ്കിൽ അലാറം വാച്ചിലോ ഫോണിലോ വയ്ക്കാം. ഇല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ ഓർക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മൊമെൻറ്റിൽ സ്റ്റോപ്പ് എന്ന് പറയണമെന്നില്ല, സ്റ്റോപ്പ് ചെയ്താൽ മതി. പെട്ടെന്ന് നിൽക്കുക. എന്നിട്ട് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക. നല്ലൊരു ബ്രീത്ത് എടുത്ത് വിടുക. ഇത് ഓരോ അരമണിക്കൂറിലും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറിലും അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും ഇടയ്ക്ക് ചെയ്യുമെങ്കിൽ ഇങ്ങനെ യാന്ത്രികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിനിടയിൽ ഒരു മൊമെൻറ്റിൽ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ പറ്റും. അത് ലൈഫ് എന്ത് ബ്യൂട്ടിഫുള്ളായാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു താളമുണ്ട് എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ആൻഡ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. നിങ്ങളിത് ഒരു ദിവസമെങ്കിലും ഒരു 5 തവണയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. ലൈക്ക് നമ്മൾ എത്രയൊക്കെ ഓടിയാലും എന്തൊക്കെ ചിന്തിച്ചാലും എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ലൈഫാക്കിയാലും ലൈഫ് ഒരു ഹാപ്പനിങ് ആയിട്ട് ഇങ്ങനെ ഈ പ്രകൃതിയുടെ ഒരു താളത്തിനനുസരിച്ച് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് സോ ഡാം ബ്യൂട്ടിഫുൾ. അത് നിങ്ങൾക്ക് എത്രത്തോളം അത് നമുക്ക് വി ഹാവ് ടു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ വെറുതെ വന്ന ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കിടിലമാണെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നിങ്ങൾക്കത് മനസ്സിലാകാൻ പോകുന്നില്ല. അതിനത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് സോ ഈസി ടു എക്സ്പീരിയൻസ്. അത് എക്സ്പീരിയൻസ് ചെയ്യാനും വളരെ ഈസിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിലൊരു താളമുണ്ട്. ഈ ഒരു പ്രകൃതിക്കായാലും നമുക്ക് നമ്മുടെ ലൈഫ് ഒരു പെർഫെക്ഷൻ ഉള്ളൊരു സാധനമൊന്നുമല്ല, പെർഫെക്ഷൻ ഇല്ലാത്തൊരു വസ്തുവാണ്. പെർഫെക്ഷൻ ഇല്ലാത്ത വസ്തുക്കളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു താളം, ഒരു ഫ്ലോ, ഒരു ഒഴുക്ക് ഉണ്ടായിരിക്കും. നമ്മളൊരു ഇല എടുത്ത് വെച്ച് സൂം ചെയ്ത് നോക്കിയാൽ ഒരു പെർഫെക്റ്റ്ലി ഫോംഡ് എഡ്ജൊന്നും ആയിരിക്കും. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉള്ളതുപോലെ തോന്നും. പക്ഷെ നമ്മൾ എത്രത്തോളം മൈക്രോസ്കോപ്പിക്കലി സൂം ചെയ്ത് പോകുന്നു അതിൻ്റെ എഡ്ജുകളൊക്കെ എത്ര ഷാർപ്പാണ്, എത്ര അൺഈവൻ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ യാന്ത്രികമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ലൈഫിൻ്റെ ചിലപ്പോൾ നമ്മൾ ലൈഫ് പെർഫെക്റ്റ് ആക്കാൻ നോക്കും. കാരണം നമുക്ക് അറിയില്ല യാഥാർത്ഥ്യം എന്താണെന്ന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് പറയണ്ട, സ്റ്റോപ്പ് ആയാൽ മതി. എന്നിട്ട് ചുറ്റുപാടൊന്ന് ശ്രദ്ധിക്കുക. ആ മൊമെൻറ്റിലൊന്ന് അവെയർ ആവുക. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ അപ്പം നടക്കുന്ന ആ നിമിഷത്തിലൊന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അറിയാൻ പറ്റും ഒരു പെർഫെക്ഷനും ഇല്ലാത്ത ഈ ലോകത്തിന് എന്ത് ഭംഗിയുണ്ടെന്ന്. നമ്മൾ എന്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? വി ആർ ജസ്റ്റ് വേസ്റ്റിംഗ് അവർ ടൈം റണ്ണിങ് ബിഹൈൻഡ് സംതിങ്. നമ്മൾ എന്തോ ആവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി വിൽ നെവർ ബി ദാറ്റ്. നമ്മൾ ഒരിക്കലും അതാവില്ല. കാരണം നമ്മൾ എന്തോ ആവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഈ നിമിഷം പൂർണ്ണതയിലിരിക്കുകയാണെന്നുള്ള കാര്യം എത്ര പറഞ്ഞാലും നമുക്കാർക്കും മനസ്സിലാവില്ല. കാരണം അത് വിശ്വസിക്കാൻ മനസ്സ് റെഡിയല്ല. സോ മനസ്സിൽ നിന്നൊരു ബ്രേക്ക്. മനസ്സാണ് നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ലൈഫിൻ്റെ ഭംഗി അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അങ്ങനെ ജീവിതം മാറാൻ നമുക്ക് ഇതൊരു 2 തവണയെങ്കിലും മിനിമം ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് എൻ്റയർലി മാറും. ഒരുപാട് ദിവസവും ചെയ്യേണ്ട, 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ പറ്റും. ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ 1 day, ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 തവണയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോ. നമുക്ക് ഇതിനൊരു ഹാബിറ്റാക്കി, ഒരു റൊട്ടീനാക്കി, നിങ്ങൾ യാന്ത്രികമായി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യമാക്കി ഇതിനെ മാറ്റിയാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അലൈവ്നെസ് ഓഫ് ലൈഫ്, ലൈഫിൻ്റെ ഒരു ജീവൻ, ഒരു മഹത്തായ ഭംഗി അതറിയാൻ പറ്റണം. ഓൾ റൈറ്റ്, താങ്ക് യു.